ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അപ്പു കുഴയുമ്പോൾ സിദ്ധു സാക്ഷിയുടെ കയ്യിലെ നെയിൽ പോളിഷ് ചുരണ്ടിക്കളയുന്ന തിരക്കിലായിരുന്നു. കണ്ണേട്ടാ, ഡാ കണ്ണേട്ടാ, എന്താടി, എന്തിനാ എൻ്റെ കയ്യിലെ നെയിൽ പോളിഷ് കളയുന്നത്? നിൻ്റെ കയ്യിലെ ഈ കളർ കൊള്ളില്ല സച്ചു. ലൈറ്റ് പിങ്ക് മാറ്റി റെഡ് ഇടണം. വൈകിട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങിത്തരാം. എൻ്റെ പൊന്നു മനുഷ്യ, അവിടെ ആ സാറ് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത്. അത് കേൾക്കാതെ ഏട്ടനിത് എന്തെടുക്കുക? ഞാൻ ചെയ്യുന്നത് നീ കണ്ടില്ലേ? നിന്റെ പുന്നാര അപ്പുവേട്ടൻ മാപ്പ് പറയും, നോക്കിക്കോ. അവൻ ചോറി പറയുമ്പോൾ നല്ല ക്ലോസപ്പ് ചിരിച്ചേക്കണം. വേണമെങ്കിൽ എന്തെങ്കിലും മാസ് ഡയലോഗും കൂടി പറഞ്ഞു. എനിക്ക് ആരോടും ഒരു ഡയലോഗും ഒന്നും പറയാനില്ല. എങ്കിൽ അവിടെ മിണ്ടാതിരിക്കേ. ഞാൻ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചുരണ്ടിക്കളയട്ടെ. നല്ല രസമുണ്ട്. പുല്ല്, പ്രേമിച്ച് നടന്നപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ ലൈസൻസ് കിട്ടിയതുപോലെ ആയല്ലോ ദൈവമേ. എനിക്കറിയാം എന്താ മോൾ ആലോചിച്ചത് എന്ന്. ലൈസൻസ് അല്ലേ, പ്രേമിക്കുമ്പോൾ പലതും നോക്കണം. ആരെങ്കിലും കണ്ടോ, വീട്ടുകാരറിഞ്ഞോ, എന്നാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാളെയും നോക്കേണ്ട മോളെ. നീ എൻ്റെയും ഞാൻ നിൻ്റെയുമാണ്. അവിടെ ചൊറിയാൻ ഒരാളും വരില്ല, മനസ്സിലായോ? എങ്കിലേ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഓ പിന്നെ പോകാൻ പറ. എൻ്റെ ഭാര്യ, എൻ്റെ പെണ്ണിൻ്റെ കൈ, അവളുടെ നെയിൽ പോളിഷ്. ഞാനത് ചിലപ്പോൾ ചുരണ്ടും ചിലപ്പോൾ ഇട്ടുകൊടുക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടം. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മനുഷ്യ. ഇതിലും ഭേദം എൻ്റെ വൈച്ചുവാണ്. എങ്കിലേ നീ പറയാൻ വരണ്ട, അവൻ്റെ അടുത്ത് പോ. ഇതും പറഞ്ഞ് സിദ്ധു സാക്ഷിയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തപ്പോൾ എന്തോ പെണ്ണിന് സഹിച്ചില്ല. തമാശയ്ക്ക് പറഞ്ഞതാണ്. ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ അർജുൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ സിദ്ധുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. സിദ്ധു, ഡാ ആയുഷ് സാറ് സോറി പറയുമോ? പറഞ്ഞിരിക്കും. അതെന്താ ഇത്ര ഉറപ്പ്? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് ഇപ്പോൾ അവൻ്റെ കമ്പനി. അങ്ങനെയുള്ളപ്പോൾ 15 കോടിയുടെ എഗ്രിമെൻ്റ് വേണ്ട എന്ന് വെക്കാനും മാത്രം മണ്ടനല്ല അവൻ. ഇന്ന് അവൻ എൻ്റെ പെണ്ണിനോട് സോറി പറഞ്ഞില്ല എങ്കിൽ അവൻ്റെ കമ്പനി വേരോടെ പിഴുതെറിയും ഞാൻ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഈ സിദ്ധാർത്ഥം അടിക്കില്ല. കാരണം എനിക്ക് എന്നും വലുത് എൻ്റെ സച്ചുവാണ്. അവളുടെ കണ്ണ് നിറയ്ക്കുന്നത് ആരാണെങ്കിലും വെറുതെ വിടില്ല ഞാൻ. ഒരു 22 വയസ്സുകാരൻ്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമല്ലായിരുന്നു അത്. പകരം ജീവിതം കുറേ കണ്ടവൻ്റെ, ഭാര്യയെ പൊന്നുപോലെ സ്നേഹിക്കുന്നവൻ്റെ വാക്കുകളായിരുന്നു. പെട്ടെന്നാണ് സാക്ഷിയെ പ്രസാദ് സ്റ്റേജിലേക്ക് വിളിച്ചത്. സിദ്ധുവിനെ അവിടെ എല്ലായിടത്തും തിരഞ്ഞിട്ടും കാണാതായപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പേടിക്കണ്ട, ഞാൻ എവിടെയുണ്ട്, പോയിട്ട് വാ. സിദ്ധു അടുത്ത് വന്ന് പറഞ്ഞതും ആ ധൈര്യത്തിൽ സാക്ഷി സ്റ്റേജിലേക്ക് പോയി. സാക്ഷിയെ സ്റ്റേജിൽ കണ്ടതും ആയുഷ് ആകെ വല്ലാതായി. സാക്ഷിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. പ്രായത്തിൻ്റെ എടുത്തുചാട്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രം അറിയാം. ഇന്ന് സാക്ഷിയുടെ ജീവനും ജീവിതവും എല്ലാം സിദ്ധാർത്ഥാണ്, അവളുടെ കണ്ണേട്ടനാണ്. അപ്പോൾ എങ്ങനെയാണ് ആയുഷ് സാറേ? സോറി പറയുന്നില്ല എന്ന നിലപാടാണോ ഇപ്പോഴും? വേണ്ട, ഞാൻ സോറി പറയാം. എങ്കിൽ പറഞ്ഞോ. വെറുതെ കുട്ടികളുടെ അടുത്ത ക്ലാസ് കളയണ്ട. സാക്ഷി, ഐ ആം സോറി. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ചെയ്തതാണ്. അത് ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല. റിയലി സോറി. അതിന് മറുപടിയായി സാക്ഷി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അതിന് പുറകിലുള്ള അർത്ഥം എന്താ എന്ന് മാത്രം അവന് മനസ്സിലായില്ല. സാക്ഷി, മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ ഡാൻസ് കളിക്കാനല്ലാതെ സ്റ്റേജിൽ നിന്നും ഒരു ചെറു പ്രസംഗം പോലും ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സ്റ്റേജിൽ എനിക്ക് പറയാനുണ്ട് സാർ. അതിനു മുൻപ് കണ്ണേട്ടൻ കൂടി ഇവിടെ വേണം. കണ്ണേട്ടൻ? സിദ്ധാർത്ഥ്. സാക്ഷി പറഞ്ഞപ്പോൾ സിദ്ധു കൂടി അവിടെ അടുത്ത് വന്ന് നിന്നു. അബദ്ധത്തിൽ പോലും സിദ്ധു ആയുഷിനെ നോക്കാൻ നിന്നില്ല. കാരണം ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അവന് പോലും ഒരു പിടിയില്ലായിരുന്നു. സിദ്ധു കൂടെ വന്ന് നിന്നതും സാക്ഷി പറഞ്ഞു തുടങ്ങി. ഇന്ന് പ്രസാദ് സാർ പറഞ്ഞതുകൊണ്ട് അപ്പുവേട്ടൻ സോറി. ആയുഷ് സാറ് എന്നോട് സോറി പറഞ്ഞു. പക്ഷേ സാറ് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ ചെയ്തത് എന്ന്. വെറും 18 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പുവേട്ട എന്ന് വിളിച്ചല്ലേ ഞാൻ പുറകിൽ നടന്നത്. അപ്പോഴൊന്നും തോന്നാത്ത എന്ത് കുഴപ്പമാണ് ഇപ്പോൾ കുറച്ചു നാളായി ഏട്ടൻ എന്നിൽ കാണുന്നത്. സാക്ഷി അന്നും ഇന്നും എല്ലാം ഒരാളാണ്.
ഇത്ര പേരുടെ മുന്നിൽ വെച്ച് ഞാൻ സമ്മതിക്കാം. ഈ മനുഷ്യൻ, എൻ്റെ കണ്ണേട്ടൻ, എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വിഷമങ്ങൾ ആ നെഞ്ചിൽ ഞാൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. പലതവണ എൻ്റെ നെറ്റിയിൽ നേർത്ത ചുംബനം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു പരിധി കഴിഞ്ഞ് പോയിട്ടില്ല. എന്താ ഏതാ എന്നൊന്നും ചോദിക്കാതെ ഒരു മുറിയിൽ ഞങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോൾ അത് ലോകകുറ്റമായി. എന്തിനാ നാട്ടുകാരെ പറയുന്നത്? എൻ്റെ ചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും എന്നെ തള്ളി പറഞ്ഞു. എൻ്റെ കണ്ണേട്ടൻ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മുഴം കയറിൽ തീർത്തേനെ ഞാൻ എൻ്റെ ജീവിതം. പക്ഷേ ഈ മനുഷ്യൻ സമ്മതിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം എൻ്റെ കൂടെ വരും പോലും. ആ വാക്കിൽ ഞാൻ വീണുപോയി. ഇന്ന് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയ പദവി. കണ്ണേട്ടന് വെറും 22 വയസ്സാണ് പ്രായം. പക്വതയില്ല എന്ന് ഞാൻ പറയില്ല. എൻ്റെ ഏട്ടന് ഏറ്റവും കൂടുതലുള്ളത് അതാണ്. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അല്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബമാണ്, സുഹൃത്തുക്കളാണ്. ഈ കോളേജിലെ കുട്ടികളുടെ മുന്നിൽ ഞാൻ മോശക്കാരിയായി. കണ്ണേട്ടൻ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രതികാരം ചെയ്യാനായിരുന്നുവെങ്കിൽ എന്നോട് മാത്രമായാൽ പോരായിരുന്നു. എന്തിനാ ഏട്ടനെ ഇതിലേക്ക് ഇട്ടത്? ഒരിക്കൽ പോലും എന്നെ ആരുവിൻ്റെ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ച് നോക്കിയെങ്കിൽ സാറ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ മാപ്പ് പറയുമ്പോൾ ക്ഷമിച്ചു എന്ന് പറയാൻ ഞാൻ ഭൂമിദേവിയുടെ പര്യായമൊന്നുമല്ല. എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു സാധാ പെൺകുട്ടിയാണ്. എന്നോട് സോറി പറയുന്നതിനേക്കാൾ കൂടുതൽ സാറ് സോറി പറയേണ്ടത് കണ്ണേട്ടനോടാണ്. എന്താ പറയാൻ പറ്റുമോ സാറിന്? സാക്ഷി പറയുന്നതെല്ലാം കേട്ട് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഭാവമാണ്. സിദ്ധാർത്ഥ്, ഐ ആം സോറി. ആയുഷ് പറഞ്ഞതും സിദ്ധാർത്ഥ് അവനൊരു ലോഡ് പുച്ഛം നൽകി. നിനക്ക് മാത്രമല്ലടാ കപ്പുവട്ട പുച്ഛിക്കാൻ അറിയാവുന്നത്, എനിക്കും അറിയാം, കണ്ണൻ മനസ്സിൽ പറഞ്ഞു. ഇനിയും അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങാൻ പോയപ്പോഴാണ് സിദ്ധു ആയുഷിൻ്റെ ചെവിയുടെ അടുത്ത് പോയി സ്വകാര്യം പറഞ്ഞത്. സാറ് ചെയ്തത് ചെറ്റത്തരമാണ് എങ്കിലും എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എൻ്റെ പെണ്ണിനെ ഇത്ര നേരത്തെ എൻ്റെ സ്വന്തമാക്കാൻ സഹായിച്ചതിന്. പക്ഷേ അതിനർത്ഥം നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു എന്നല്ല. എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയാൻ നിങ്ങൾ കാരണമായി എങ്കിൽ വെറുതെ വിടില്ല ഞാൻ. സിദ്ധാർത്ഥ ആരാണെന്നും എന്താണെന്നും നിങ്ങളിനി കാണാൻ കിടക്കുന്നതേയുള്ളൂ. ആരാ എന്ന് അറിയിക്കും ഞാൻ. അതുവരെ നിങ്ങൾ ഇങ്ങനെ നടന്നു. സ്റ്റേജിൽ സ്നേഹനിധിയായ ഭാര്യയായിരുന്നുവെങ്കിലും വെളിയിലിറങ്ങിയപ്പോൾ സാക്ഷിയുടെ സ്വഭാവം മാറി. സിദ്ധു അടുത്ത് വന്നിട്ട് കൊച്ചു കണ്ട ഭാവം നടിച്ചില്ല. ഡീ പുല്ലേ, നിനക്കെന്താ ഇപ്പോൾ പറ്റിയത്? ഓഡിറ്റോറിയത്തിൻ്റെ അകത്തായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. എന്താ നിനക്ക് അന്യൻ്റെ ബാധ കയറിയോ? ഓ, ഒരു അന്യൻ്റെ കൂടെയല്ലേ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ബാധ കയറാതിരിക്കില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വീട്ടിൽ പോകാം, വാ. രാത്രി ഏറെ വൈകിയാണ് സിദ്ധു വീട്ടിലെത്തിയത്. അവൻ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് തന്നെ കാത്ത് ഹാളിലെ സോഫയിലിരിക്കുന്ന സാക്ഷിയും അവളുടെ മടിയിൽ കിടക്കുന്ന വിച്ചുവുമാണ്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. വിച്ചുവിനെ ഒരുവിധം താങ്ങി റൂമിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് വന്ന് സാക്ഷിയെ വിളിച്ചു. സിദ്ധുവിനെ കണ്ട് പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു. എങ്കിലും രാവിലത്തെ പിണക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ വിചാരിച്ച സംസാരം അവൻ്റെ അടുത്തു നിന്നും ഉണ്ടായില്ല. എന്ത് പറഞ്ഞാലും ഒരു ചിരിയിലൊതുക്കും. അടുക്കളയിലെ ജോലിയെല്ലാം ഒതുക്കി വന്ന സാക്ഷി കാണുന്നത് കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന സിദ്ധുവിനെയാണ്. അതിൽ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയാണ് അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നത്. സിദ്ധുവിൻ്റെ പുറത്ത് കൈവച്ചതും അവൻ ഒന്ന് എരിവ് വലിച്ചു. എന്താ കാര്യമെന്നറിയാൻ സിദ്ധുവിൻ്റെ ഷർട്ട് പൊക്കി നോക്കിയ സച്ചു കാണുന്നത് എന്തോ കൊണ്ട് പുറം മുഴുവൻ കിട്ടിയ അടിയാണ്. എല്ലായിടവും നന്നായി ചുമന്നിട്ടുണ്ട്. അത് കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന പിണക്കവും ദേഷ്യവും എല്ലാം മാറി അവൻ്റെ പുറത്ത് തലവെച്ചു കിടന്നു അവൾ. കണ്ണീരിൻ്റെ നനവാണ്. അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായത്. സച്ചു, കരയല്ലേ നീ, എനിക്കൊന്നുമില്ല, ചെറിയൊരു അടി. ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം. ഇതും പറഞ്ഞു പോയവൾ തിരിച്ചു വന്നത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളവും കയ്യിലൊരു തുണിയും ഓയിൻമെൻറ്റുമായിട്ടാണ്. ഷർട്ട് മാറ്റിക്കിയ കണ്ണേട്ടാ. അതൊന്നും പറ്റില്ല. എന്നോട് പിണക്കമുള്ളവർ ആരും എൻ്റെ ബോഡി കാണണ്ട. വാശി കാണിക്കില്ലേ കണ്ണേട്ടാ. ആ ഷർട്ടൊന്ന് മാറ്റ്, ചൂട് പിടിക്കട്ടെ. സാക്ഷിയുടെ സൗണ്ടിന് വ്യത്യാസം വന്നതുകൊണ്ടാകണം വേറെ ഒരു വഴക്കിന് പോകാതെ സിദ്ധു അവൾ പറയുന്നതെല്ലാം അനുസരിച്ചു. ഓരോ തവണ അവൻ്റെ ദേഹത്തേക്ക് ചൂട് വയ്ക്കുമ്പോഴും നിറഞ്ഞത് സാക്ഷിയുടെ കണ്ണുകളാണ്.